ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ. വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വ്യാഴാഴ്ച രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കുന്നത്. വ്യാഴാഴ്ച രാത്രി 12 മണിൻ്റെ ശേഷം 12:30 ആകുന്ന ടൈമിലുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇന്നുമോൾക്ക് തീരെ സുഖമില്ല. പിന്നെ കഫക്കെട്ടും നാട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ അഡ്മിറ്റ് ആയിനി. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് കുഴപ്പമൊന്നും ഇല്ലേനി. എന്നാലും കുറുകലും കാര്യങ്ങളും ചുമയൊക്കെ ഉണ്ടായി. അങ്ങനെ പിന്നെ ഇവിടെ കാണിച്ചപ്പോൾ ഒരാഴ്ച മരുന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല മാക്കം വന്നിരുന്നു കേട്ടോ. പിന്നെയും പെട്ടെന്ന് പനിച്ച് കഫം കുറുകലൊക്കെ ആയിട്ട് മോള് ആകെ ടെൻഷനൊക്കെ ആയി, കരച്ചിലൊക്കെ ആയി. മൂക്ക് ഭയങ്കര ടെൻഷൻ, എന്താ അതിന്ന് മാറാത്തത് എന്നുള്ള. അങ്ങനെ കാലം ഫ്രണ്ടായിട്ട് സംസാരിച്ചു. ഫ്രണ്ട് പറഞ്ഞ ഒരു സ്ഥലത്ത് കഞ്ഞിക്കുറുക്കൽ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ഓടണം. അപ്പോൾ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓരോ കടയിൽ ഏൽപ്പിക്കുക, ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചോളി എന്ന് പറഞ്ഞപ്പോൾ ഞാനും കാക്കി അത് വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് സാധനമാണ്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഞാൻ ടൈം കാണിച്ചല്ലോ, 12:30 ടൈമാണ് കേട്ടോ. 12 കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടുന്ന് 12 മണി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഞങ്ങൾ കടൻ്റെ മുന്നിൽ നിന്ന് എത്തി അവർ കടയിൽ കയറിയാണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് സാധനം, തണ്ടോർക്ക് കൂടി തന്നെ ഉള്ളത്, ഇല മാത്രമൊന്നുമല്ല, നല്ല ഫ്രഷ് സാധനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. മക്കൾ ഒരു നിലക്കും സമ്മതിക്കുന്നില്ല, പ്രത്യേകിച്ച് ഷാദിമോന്. അവർക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കച്ചറ. അപ്പോൾ പാർക്കിൽ പോകണം, വൈകുന്നേരം പാർക്കിൽ പോകാമെന്ന് പറഞ്ഞിന്. പിന്നെ നമ്മൾ പാർക്കിൽ പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ വണ്ടിയിൽ പോയി വന്നാൽ പിന്നെ ഓല് അതിൽ നിന്നോളൂന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിലൊന്നും ഓല് നിൽക്കണില്ല, ഓർക്ക് പാർക്ക് തന്നെ പോകണം. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട പാർക്കിൽ തന്നെ നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ അത് വ്യാഴാഴ്ച രാത്രി ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ട്. ആളുകളും പേരൻസൊക്കെ, വെള്ളിയാഴ്ച ലീവുള്ള പേരൻസൊക്കെ കുട്ടികളായിട്ട് വന്ന് ഓരോടൊക്കെ കളിക്കാനുണ്ട്. ഇവിടെ അപ്പോൾ ഇതെല്ലാം എൻ്റർടൈൻമെൻ്റ് ഉള്ളത്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഒരുപാട് നല്ല തിരക്കുണ്ട് കേട്ടോ. ആ സമയമായിട്ട് ഇവിടെ അപ്പോൾ ഞങ്ങളിവിടെ എത്തുമ്പോൾ 1 മണി 1:15 ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. ഞങ്ങളൊരു കുറച്ച് ഊഞ്ഞാലാടി കുറച്ച് അതിലൊക്കെ കയറി മറിഞ്ഞ് പിന്നെ എന്നിട്ടും ഒരു വരുന്നില്ല. അങ്ങനെ പിടിച്ചലിച്ച് ഇനി കൊണ്ടുപോകും, നമുക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞാണ്ട് പിടിച്ചലിച്ച് കൊണ്ടുവന്നതാണ്. തിരിച്ച് കൊണ്ടുവന്ന് അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ റൂമിലൊക്കെ എത്താനായപ്പോൾ ഓരോ ഐസ്ക്രീം മക്കൾക്ക് വാങ്ങി കൊടുത്ത്, ഞങ്ങൾക്കും വാങ്ങി കുട്ടികൾക്കും വാങ്ങിയിട്ടോ. എന്താ തിന്നാത്ത അവിടെ എൻ്റെ ഇവിടെ കാണിച്ചെന്നാ ഐസ്ക്രീം. ഇപ്പോൾ സമയം എത്ര? നല്ല വിവരമുണ്ട് നിങ്ങൾക്ക്. സമയം 2 മണിയാണ്. അത് 2 മണി PM അല്ല മക്കളെ, AM. പിന്നെ അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ പിന്നെ റൂമിലേക്ക് പോകണം. അപ്പോൾ തന്നെ സമയം 2 മണി ആയിട്ടുണ്ട്. അപ്പം പിന്നെ ഓർക്ക് എന്നിട്ട് ഉറക്കേണ്ട ഒരു ഇതൊന്നുമില്ല. ഓർക്ക് ഇനി വേറെ വെടുക്കോളും കളിച്ചാലും ഓർക്ക് ഉറക്കുണ്ടാവില്ല. അങ്ങനത്തെ മക്കളാണ്. അവർക്ക് ഉറക്കം കുറച്ച് കുറവാണ്. പിന്നെ രാവിലെ ഉറങ്ങും, രാവിലെ നല്ലോണം ഉറങ്ങും. 11 മണി വരെ അങ്ങനെയൊക്കെ ഉറങ്ങും. 11 മണി ചിലപ്പോൾ 11:30 12 മണിയൊക്കെ ആവും. ഇവിടെ നിന്നപ്പോൾ ഓർക്ക് അങ്ങനെ ഓർക്കേണ്ടതൊക്കെ തെറ്റും ചെയ്ത് വീണ്ടും പിന്നെ അവിടുന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പിടിച്ച ഓർക്കലും രാവിലെ ഒക്കെ ആവുമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എണീറ്റ് ഞാനൊരു ഗ്രീൻ ടീ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ ഗ്രീൻ ടീ ആണ് കുടിക്കാറുള്ളത്. അപ്പം ഗ്രീൻ ടീൻ്റെ പെട്ടി ഇങ്ങനെ വാങ്ങിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെക്കാണ്ട് എനിക്ക് എന്താ പറയുക തോന്നുക, ഈ കണ്ണിന് കാണിക്കാനൊക്കെ പോയാൽ നമ്മളെ കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യില്ല, അപ്പോൾ ലെൻസ് വെച്ചുകൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ച പോലെയുള്ളൊരു തോന്നലാണ് കേട്ടോ എനിക്കിത് കണ്ടാൽ തോന്നുക. നാട്ടുക്കും കൊണ്ടുവന്ന് കുടിക്കാൻ അപ്പോഴൊക്കെ ഞാൻ പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഓരോ പാക്കറ്റ് അതിൽ ഗ്ലാസ്സിലേക്ക് ഇട്ടാണ്ട് തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ്ട് ചെയ്യുക. അപ്പോൾ ഞാനും കുടിക്കുമെന്ന് ഓരോ ഗ്ലാസ് ഗ്രീൻ ടീ. ഇത് ഷുഗർ ഉള്ളവർക്ക്, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, വെയിറ്റ് കുറയ്ക്കണവർക്കൊക്കെ കുടിക്കാൻ നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അത് അതിന് പറ്റിയൊരു ചായയാണ്. അതിലേക്ക് കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ ബ്രെഡ്, പീനട്ട് ബട്ടർ ഇങ്ങനെ തേച്ച് കണ്ടുള്ള ബ്രെഡാണ് കഴിക്കുന്നത്. അപ്പം ബ്രെഡ് ഉണ്ട്, പീനട്ട് ബട്ടർ തീർന്നിട്ടുണ്ട്. അപ്പം പിന്നെ അത് ആക്കിയിട്ടില്ല, കോഴിമുട്ട തന്നെ ആക്കി. അതിലുള്ളതൊക്കെ ഒന്ന് എടുത്തുകൊണ്ട് ഞാനൊരു ബ്രെഡ് മേലാക്കി ഞാനത് കഴിച്ചിട്ടോ. കോഴിമുട്ട പിന്നെ കഴിച്ചത്. കാക്കൻ്റെ കോഴിമുട്ട കഴിക്കലെന്ന് പറഞ്ഞാൽ അത് ഹാഫ് വേവിലാണ് പുഴുങ്ങിയെടുക്കുക കേട്ടോ. മഞ്ഞക്കരു തീരെ അങ്ങനെ വേവിക്കൂല, അത് വേവിക്കാൻ പറ്റൂല എന്നാണ് പറയുക. അത് കാക്കൻ്റെ ഉള്ള കാലത്ത് അങ്ങനെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ ഫുഡിലൊക്കെ നല്ല ആ ഒരു ഇത് കാണിക്കുന്ന ഒരാളാണ്. പിന്നെ ഒക്കെ ടൈമിന് ഭക്ഷണം കഴിക്കാനും എന്താ വേണ്ടത് തിന്നുന്നത് നല്ല പ്രോട്ടീനും കാര്യങ്ങളുള്ളത് കഴിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ആളാണ്. അപ്പോൾ കോഴിമുട്ട വേവിക്കാതെ ഹാഫ് വേവ് വേവിച്ചിട്ടാണ് കലപ്പി നിന്നത്. അതേ തന്നെ ഫോളോ ചെയ്യാണ് കാക്കി കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് അധികം വേവാത്ത ഇഷ്ടമില്ല, ഒന്ന് വേവണം, അധികം ഇതായില്ലെങ്കിൽ ഒന്ന് ഇതാവണം, ആ മഞ്ഞ നല്ലോണം ഇതാകാൻ പാടില്ല.
അതൊക്കെ കൊടുത്ത് ഞാനും കാക്കിയൊക്കെ കാലിച്ചായൊക്കെ കുടിച്ചാണ്. പിന്നെ ഞാൻ പുട്ടാണ് ചുടുന്നത്. തലേ ദിവസത്തെ ചിക്കൻ കറി ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ പുട്ട് ചുടാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കുബൂസും ഉണ്ട് തലേന്ന് കൊണ്ടുവന്നേ. കുബൂസ് ഇവിടെ കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എത്ര കഴിച്ചാലും ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അതാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമാണ് ആക്കുന്നത്. അപ്പം എന്താണ് വെള്ളിയാഴ്ച ഇറച്ചി അങ്ങനത്തെ ദീൻ ഇസ്ലാം ഒന്ന് പുറത്താന്ന് നമ്മളെ ബീക്ക് വീരാൻ പറഞ്ഞ പോലെ അന്ന് ബീഫാക്കിയിട്ടോ. അപ്പം അതിലേക്കുള്ള ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് തന്നെ കാക്കാണ് അതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കിയത്. ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വെച്ചോളി എന്ന് പറഞ്ഞ് ഞാൻ ഒക്കെ ചെയ്തതൊക്കെ കാക്കനാണ് കേട്ടോ. ഉള്ളി മറ്റുള്ളതൊക്കെ ഞാൻ ചെയ്ത് ഉള്ളിയൊക്കെ കട്ട് ചെയ്തത് കാക്ക, കട്ട് ചെയ്തതൊക്കെ കൂടുതൽ ഞാനാണ്. പിന്നെ മസാല ഒന്ന് റെഡിയാക്കിയൊക്കെ തന്ന് ഒരു വെക്കലുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ഫുഡ് പോലും ഉണ്ടാക്കലുണ്ട്. ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആൾക്ക്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ചായയൊക്കെ കഴിഞ്ഞാൽ കേട്ടോ മോന് അബുവാൻ നീച്ചതൊക്കെ ഷതിമോൻ നീറ്റ് ചായ അടിച്ചതൊക്കെ അന്നേരമാണ്. പിന്നെ അതാ അതിൻ്റെ ബീഫിൻ്റെ മസാലയൊക്കെ കൂട്ടിയാണ്ട് ഒക്കെ റെഡിയാക്കി അടുപ്പിൽ അത് തിളക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം കുക്കറിൽ ഇറച്ചി വേവിച്ച് എന്നിട്ട് മറ്റേത് വാട്ടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടുമ്പോൾ കുറച്ച് മസാല മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ബീഫ് ബിരിയാണി പറ്റില്ല. അപ്പോൾ ചിക്കൻ പൊരിക്കാൻ കൊണ്ടുവന്ന് ഇറച്ചിന്ന് 4 കഷ്ണം എടുത്താണ് എനിക്കൊരു ചിക്കൻ ബിരിയാണി ആക്കി. 2 ബിരിയാണി വെക്കേണ്ടി വന്ന് എനിക്കതും ഓർക്ക് ബീഫ് ബിരിയാണി ആക്കിട്ടോ. അപ്പോൾ ഇതൊക്കെ പള്ളിയിൽ പോകാനുള്ള ഒരുക്കാണ്. അപ്പോൾ അതിൽ അയൺ ചെയ്യലൊക്കെയാണ് കേട്ടോ. മോള് മരുവിൻ്റെ അയൺ ചെയ്യാണ്. പിന്നെ ഇപ്പം എൻ്റെ കാക്കനാണ് അയൺ ചെയ്തത്. മോൾക്ക് പിന്നെ ലിനൻ്റെ ഷർട്ടാണ് ഭയങ്കര ഇതാണ് ഇടാൻ. മോളിട്ടാലും പിന്നെ കാക്ക പറ്റില്ല. കാക്ക നല്ല ലെവലിൽ നിന്നില്ലെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന തന്നെയാണ് മോൾ തന്നെ നിങ്ങൾ തന്നെ ഇട്ടോളൂ നിങ്ങളത്. അപ്പോൾ എനിക്ക് വെച്ചാൽ ഞാനൊരു പണിയിലാണേനും. അപ്പോൾ പിന്നെ കാക്ക വെറുതെ ഒക്കെ അല്ല, അപ്പോൾ കാക്ക തന്നെ ഇട്ടിട്ടോ. ലിനൻ്റെ ഷർട്ടാണ് 90% കാക്ക യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അയൺ ചെയ്യാൻ കുറച്ച് പണി, നല്ല ചൂടാവണം, വെള്ളം സ്പ്രേ ഒക്കെ ചെയ്ത് കേട്ടായിരിക്കണം. അതപ്പോൾ പിന്നെ എനിക്ക് കഴിയില്ല എന്നറിയും മോള്. അങ്ങനെ പിന്നെ ജീരകശാലിൻ്റെ അരിയാണ് കേട്ടോ. 5 കിലോ അരി കാക്ക തലേ ദിവസം കൊണ്ടുവന്നതാണ്. അതിനോണ്ടാണ് ഞങ്ങൾ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിച്ച് അരി തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ മോനും പേരക്കുട്ടി മരുവനൊക്കെ അതാ പള്ളിയിൽ പോവാണ്. മുസല്ലണ്ടാ ചെരുപ്പ് ഇവിടെ അങ്ങനെ അവൻ തുറക്കിട്ടോ. എനിക്ക് ഒറ്റക്ക് തുറക്കാനറിയാം. ഇത് നിൽക്കാ ഇതാ പള്ളിയിലെ ഹുത്തുബ കേൾക്കട്ടോ. ഞങ്ങൾ താഴെ തന്നെയാണ് പള്ളി. وعن ابي هريره مرفوعا من اغتسل يوم الجمعه غسل الجنابه ثم راح في اول ساعه فكانما قرب بدنه. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇടയിൽ ബിരിയാണി ദമ്മിട്ട് അന്നും വീഡിയോ എടുത്തിട്ടില്ല, ഡീറ്റെയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒരുപാട് നിങ്ങൾക്കൊക്കെ അറിയണതല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തതാണ് കേട്ടോ. പള്ളിക്കൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അതാ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മക്കൾ വന്നിട്ടോ. ഓരോരുത്തർ വന്ന് താത്തൻ്റെ മോനും ഉണ്ട് കേട്ടൊന്ന് ഫുഡ് കഴിക്കാൻ. ആങ്ങളന്ന് എനിക്ക് വർക്ക് ഉണ്ട് പറഞ്ഞ് വിളിച്ചിനി. അപ്പോൾ താത്തൻ്റെ മോനും ഇവിടെ പള്ളിയിൽ തന്നെ വന്നത്. അങ്ങനെ പിന്നെ ചിക്കൻ ഉമ്മൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വന്നാലാണ് ചിക്കനൊക്കെ പൊരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് സുപ്ര വിരിച്ചങ്ങാണ്ട് അതിലേക്ക് തട്ടി നമുക്ക് എല്ലാവർക്കും അങ്ങനെ കഴിക്കുക. വീഡിയോ എന്നും കാണുന്ന പോലെയല്ല, ഒരു വേറെ വെറൈറ്റി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് നടന്നില്ല കേട്ടോ, അത് പാളിപ്പോയി. പിന്നെ ചിക്കൻ ഞാൻ പൊരിച്ചതിൻ്റെ ശേഷം ഞാൻ അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും തേനും ഒഴിച്ചങ്ങാണ്ടൊന്ന് മിക്സ് ആക്കിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഞാൻ സലാഡ് ഉണ്ടാക്കാം കേട്ടോ. തൈര് ഒഴിച്ചാണ്ട് അതിലേക്ക് ക്യാരറ്റും കിയാറും ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടുങ്ങാണ്ട് അതൊന്നും ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുളി നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഞാനും മോളും കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഫുഡ് സെർവ് ചെയ്യാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഇതാ അതിൻ്റെ മോനും മക്കളും കൂടെ സുപ്ര വിരിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞാൻ സൂപ്പർ വിരിച്ച് അതിന് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ വിരിച്ച് നമ്മൾ ഫുഡൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ മക്കളതിലെ ഓൽക്കറിയില്ലല്ലോ എന്താണെന്നുള്ളത്. ഓൽക്ക് നമ്മളെ നാട്ടിലൊന്നും ഈ ശീലമില്ലല്ലോ. അപ്പോൾ അതിലെ ഓടിക്കളിച്ച് അപ്പോൾ പിന്നെ അതിൽ വെച്ച് കഴിച്ചില്ല. സൂപ്പർ വേറെ ഉണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞ് ഇങ്ങനെ തന്നെ മതി എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ ആക്കി.
ഇവിടെയൊക്കെ അങ്ങനെയാണ് എല്ലാവരും സൂപ്പർ ചൈലേക്ക് തട്ടിയാണ്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാണ്ട് ചെയ്യട്ടോ. അങ്ങനെ സാധനമൊക്കെ എടുത്ത് വെച്ചിന്. ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പ്ലേറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ എനിക്കുള്ള ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ മോളും അതാനും ഒക്കെ കഴിക്കാനുള്ള ഒരുക്കാണ് കേട്ടോ. അവരൊക്കെ വലിയ ആൾക്കാരെ ഇരിക്കുള്ളൂ, കഴിക്കൊന്നുമില്ല. പിന്നെ ചിക്കൻ ബിരിയാണി ഈ ഒരു ചെറിയൊരു പൊട്ടിലാണ് വെച്ചത്. എനിക്ക് തീരെ ബീഫ് പറ്റൂല, ബീഫ് അലർജിയാണ്. ചൊറിച്ചിൽ, ശ്വാസം മുട്ടൽ, ഛർദി, തലകറക്കം, പല രീതിയിലാണ്. ഒരു പ്രാവശ്യം കഴിച്ചത് ആ ബുദ്ധിമുട്ടെല്ലാം അടുത്ത പ്രാവശ്യം കഴിക്കുമ്പോൾ ഉണ്ടാവുക. അറിയാതൊക്കെ കഴിച്ചിട്ടൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പം പേടിയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആവി പോയ സാധനം പോലും എനിക്ക് കഴിക്കാൻ പറ്റൂല. അപ്പം പിന്നെ എനിക്ക് പ്രത്യേകം അങ്ങനെ തന്നെ ഞാൻ ചെയ്ത് ഒരു തട്ടിക്കൂട്ടാക്കി എനിക്കല്ലേ, ഒരു തട്ടിക്കൂട്ടാക്കി ഒരു ചെറിയൊരു ബിരിയാണി ആക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ മക്കളും കാക്കിയൊരു കളിയിലാണ്. അവർക്ക് അങ്ങനെ പുറത്ത് കയറണം, വണ്ടിയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുള്ള കളിയിലാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.